ഇന്ത്യക്ക് ഇതിനെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. യഥാർത്ഥത്തിൽ ഈ 50% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇതിനിടയിൽ തന്നെ അവർ പിൻവലിക്കും അല്ലെങ്കിൽ അത് കുറയ്ക്കുമെന്നുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിർത്തുക എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം അത് നടപ്പിലാകും എന്നുള്ളതാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ഇന്ത്യൻ സമയം ഇത് നടപ്പിൽ വരുമ്പോൾ ഉണ്ടാവുക. എനിക്ക് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ മുംബൈ വിപണിയൊക്കെ തന്നെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമാണ് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത്. ചില മേഖലകളിലൊക്കെ തന്നെ കാര്യമായ സ്വാധീനമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില സ്വകാര്യ സംരംഭകരുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒന്ന് ഷെയ്ക്കാകാൻ പോലും ഉള്ള സാധ്യതകൾ കാണുന്നു. ഗുഡ് മോർണിംഗ്. തീർച്ചയായും എസ് കെ, നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ വിപണിയിൽ കണ്ടതാണ്, ഓഹരി വിപണികൾ കണ്ടതാണ്. ഇപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ പരിശോധിക്കുമ്പോൾ, ഓഹരി സൂചികൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ അത് വ്യാപാരം അവസാനിപ്പിക്കുന്നത് 1% ഇടിഞ്ഞാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പകരച്ചുങ്കവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിടുന്ന ഇൻഡസ്ട്രികൾ, വ്യവസായ മേഖലകളിലൊക്കെയാണ് വലിയ തിരിച്ചടി നേരിട്ടത്. നേരത്തെ എസ് കെ കിഴക്കമ്പലത്തെ കിറ്റക്സിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചതാണ്. കിറ്റക്സിൻ്റെ ഓഹരി ഇന്നലെ 5% അധികമാണ് ഇടിഞ്ഞത്. അങ്ങനെ ടെക്സ്റ്റൈൽസ് മേഖലയിലെ ഓഹരികളൊക്കെ ഇന്നലെ വലിയ തിരിച്ചടി നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് കാര്യമായി കയറ്റുമതി ഉള്ള വസ്തുക്കളാണ്. അത് 1.7 ലക്ഷം കോടിയുടെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്കുള്ളത്. അതിൽ ഏതാണ്ട് 1 ലക്ഷം കോടിയോളം ഇനി നമുക്ക് നഷ്ടമാകും എന്നതാണ് അനുമാനം. അതുകൊണ്ട് ആ തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ വലിയ തിരിച്ചടി ഇന്നലെ നേരിടേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഇന്നും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകും എന്നതാണ് വിപണിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല മേഖലകളിലും ഇപ്പോൾ സീ ഫുഡ് എക്സ്പോർട്ട്, മത്സ്യ കയറ്റുമതി ആവട്ടെ നേരത്തെ തന്നെ 10% ഉള്ളതാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ 50% കൂടി വരുന്നത്. കേരളത്തെ അടക്കം കാര്യമായി ബാധിക്കുന്നത്. ആന്ധ്രയാണ് ഏറ്റവും അധികം മത്സ്യ കയറ്റുമതി ചെയ്യുന്നത്. പക്ഷേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, തീരദേശ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രശ്നം പെട്ടെന്ന് മറികടക്കുക എളുപ്പമല്ല. മറ്റു വിപണികളിലേക്ക് പോകാം എന്നതാണ് മുന്നിലുള്ള ഒരു പോംവഴി. ശശി തരൂർ അടക്കമുള്ളവർ അത് ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അതത്ര എളുപ്പമല്ല. നിലവിൽ അവിടെയുള്ള കയറ്റുമതിക്കാരുമായി മത്സരിച്ച് വേണം നമ്മുടെ കയറ്റുമതിക്കാർക്ക് അവിടേക്ക് കൂടുതൽ കയറ്റുമതി നടത്താൻ വേണ്ടി. മാത്രമല്ല, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോൺ അടക്കമുള്ള വസ്തുക്കളുണ്ട്. പക്ഷേ അതൊന്നും പൂർണ്ണ അർത്ഥത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. അതൊരു അസംബ്ലിംഗ് യൂണിറ്റ്, അതിവിടെ അസംസ്കൃത വസ്തുക്കൾ ഇവിടെ എത്തിച്ച് അത് ഒന്നിച്ച് ചേർക്കുന്ന ജോലി മാത്രം എന്ന രീതിയിൽ നിന്ന് മാറി അത് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടി വരും. പക്ഷേ ഇതൊന്നും തന്നെ 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ ഒന്നും വരുത്താൻ കഴിയുന്ന മാറ്റമല്ല. അതിന് കുറച്ച് സമയമെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചർച്ചയിലൂടെ തന്നെ വളരെ വേഗത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിൽ രമ്യമായി പരിഹരിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള നീക്കങ്ങളിലേക്ക് നമ്മുടെ രാജ്യം കടക്കുമെന്ന് കരുതാം. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ചില ജർമ്മൻ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത അനുസരിച്ച് ഇന്ത്യയും ഒരു കടുത്ത നിലപാടിലേക്ക് പോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി വൈറ്റ് ഹൗസിൻ്റെ ഫോൺ സന്ദേശം സ്വീകരിച്ചില്ല എന്ന വിവരം കൂടി വരുമ്പോൾ ഇന്ത്യയും ഈ കാര്യത്തിൽ കൂടുതൽ കടുപ്പിക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി കൂട്ടി ആത്മനിർഭർ എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന് മാറാൻ കഴിയണം എന്നതാണ് ഇന്നലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സ്കെയിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.